മോഷ്ടാക്കൾ എത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ. ക്ഷേത്രവുമായി അടുത്തറിയാവുന്നവരാണ് മോഷണത്തിന് പിന്നിലെന്ന നിഗമനത്തിലാണ് പോലീസ്. ക്ഷേത്ര ജീവനക്കാരൻ കേശവദാസ് ചൊവ്വാഴ്ച രാത്രി 7:30യോടെയാണ് വഴിപാട് കൗണ്ടർ പൂട്ടിപ്പോയത്. ഇന്ന് രാവിലെ 5:45-ന് ഇയാൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കനത്ത സുരക്ഷയിൽ ലോക്കർ സംവിധാനം ഉള്ളതിനാൽ ക്ഷേത്രത്തിൽ CCTV ക്യാമറ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഭാരവാഹികൾ ആലോചിച്ചിട്ടേയില്ലായിരുന്നു. 20 വർഷം മുമ്പ് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിപ്പൊളിച്ച് മോഷണം നടന്നതിനു ശേഷം ആഴ്ചയിൽ ഭണ്ഡാരം തുറക്കാറുണ്ട്. ഇത് കൃത്യമായി അറിയുന്നതുകൊണ്ടായിരിക്കണം ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള 8 ഭണ്ഡാരങ്ങൾ ഒന്നും തന്നെ മോഷ്ടാക്കൾ തൊട്ടിട്ടില്ല. ക്ഷേത്രത്തിനകത്തും പ്രവേശിച്ചിട്ടില്ല. മതിൽക്കെട്ടിൽ ഇരുമ്പാണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. വഴിപാട് കൗണ്ടറിന് പുറകിലായി 1.5 അടി നീളത്തിൽ ആണികൾ നേരത്തെ നീക്കം ചെയ്തിരുന്നു. തൊട്ടടുത്ത വീട്ടുമതിൽ ചാടിക്കടന്ന് ഇരുമ്പാണികൾ ഇല്ലാത്ത മതിൽ വഴിയാണ് മോഷ്ടാക്കൾ ക്ഷേത്രവളപ്പിൽ കടന്നിട്ടുള്ളത്. വഴിപാട് കൗണ്ടറിന് പുറകിലൂടെ എത്തി താഴത്തേക്കാവിന് മുന്നിലുള്ള ബൾബ് അഴിച്ചുമാറ്റി ക്ഷേത്രാങ്കണത്തിലെ മറ്റ് ബോർഡുകളുടെയെല്ലാം സ്വിച്ചുകളും ഓഫാക്കി താഴത്തേക്കാവിന് മുന്നിലുള്ള ബൾബിന്റെ സ്വിച്ച് മാത്രം വഴിപാട് കൗണ്ടറിനകത്തായിരുന്നു. തുടർന്ന് കോൺക്രീറ്റ് കഷണം ഉപയോഗിച്ച് വഴിപാട് കൗണ്ടറിന്റെ പ്രധാന വാതിൽ തള്ളി തുറന്നിരിക്കുകയാണ്. പൂട്ടിന് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. ശക്തിയായ തള്ളലിൽ അകത്തെ ടവർ ബോൾട്ട് ഇളകി വാതിൽ തുറക്കുകയായിരുന്നു. തുടർന്ന് സെന്റർ ലോക്കുള്ള ഷട്ടർ ഒരാൾക്ക് കടക്കാൻ പാകത്തിൽ ഇളക്കി മാറ്റി. ഇതിനു പുറകിലെ മരത്തിന്റെ വാതിലും തകർത്താണ് മോഷ്ടാക്കൾ സ്ട്രോങ് റൂമിൽ കയറിയത്. 2 അലമാരകളുടെയും ചുമരിൽ സ്ഥാപിച്ചിട്ടുള്ള ലോക്കറിന്റെയും പൂട്ടുകൾ തകർത്തിട്ടുണ്ട്. പണം പ്രധാന അലമാരയുടെ ലോക്കറിലും സ്വർണം ചുമരിലെ ലോക്കറിലുമാണ് സൂക്ഷിച്ചിരുന്നത്. സാധാരണ 1-2 ദിവസത്തെ വഴിപാട് പണം മാത്രമാണ് ഇവിടെ സൂക്ഷിക്കാറ്. എന്നാൽ ക്ഷേത്രക്കുള നിർമ്മാണം നടക്കുന്നതിനാലും ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ളതിനാലും ഏതാനും മാസങ്ങളായി പണം ഇവിടെയാണ് സൂക്ഷിക്കാറ്. കൃത്യമായി രേഖയുള്ള 1,20,000 രൂപയും 2 ദിവസത്തെ വഴിപാട് പണവുമടക്കം 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതായാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. അവിടെ ഞാൻ ഓഫീസിന് ഇവിടെ വന്നു നോക്കുമ്പോൾ ഓഫീസിന്റെ വാതില് പൊളിഞ്ഞെടുക്കുന്നുണ്ട്. ഓഫീസിന്റെ ഉള്ളിലുള്ള സ്ട്രോങ് റൂം പൊളിച്ച നില ഷട്ടർ, അത് സെൻട്രൽ ലോക്കുള്ള ഷട്ടറാണ്. അത് ഷട്ടറിന്റെ അടിഭാഗം കട്ട് ചെയ്യാതെ മോൾ ഭാഗം പൊളിച്ച് ഉള്ളിൽ കടന്ന് അളമാരിയിൽ പൂട്ടി സൂക്ഷിച്ചിരുന്ന പണവും അത് ഓഫീസിന്റെ സ്ട്രോങ് റൂമിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ലോക്കറിൽ വെച്ചിരുന്ന സ്വർണവും നഷ്ടപ്പെട്ടതായിട്ട് കണ്ടു. ഭഗവതിമാർക്ക് ചാർത്താനുള്ള ആഭരണങ്ങളാണ് ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. ഏകദേശം 1,20,000 രൂപയും 7 പവനോളം സ്വർണവുമാണ് നഷ്ടപ്പെട്ടുള്ളത്. ഭഗവതിക്ക് ചാർത്താനുള്ള 3 മാല, ഗണപതിക്കും അയ്യപ്പനും തൊടിയിക്കാനുള്ള 2 പൊട്ട്, അയ്യപ്പന് കഴുത്തിൽ ചാർത്താനുള്ള 1 മണി, 100ഓളം താലികൾ എന്നിവയാണ് നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ. ഇവയുടെ കൃത്യമായ തൂക്കം സൂക്ഷിച്ചിട്ടില്ല. 7 പവനിലധികം വരുമെന്നാണ് ക്ഷേത്രം ഭാരവാഹികളുടെ കണക്കുകൂട്ടൽ. മോഷ്ടാക്കളുടേതെന്ന് കരുതുന്ന യാതൊരു തരത്തിലുള്ള തെളിവുകളും CCTV ദൃശ്യങ്ങളോ സംഭവ സ്ഥലത്തു നിന്നും പോലീസിന് ശേഖരിക്കാനായിട്ടില്ല. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച വിരലടയാളങ്ങൾ മാത്രമാണ് നിലവിൽ പോലീസിന് തുമ്പായിട്ടുള്ളത്. സ്ട്രോങ് റൂമിനകത്ത് സൂക്ഷിച്ചിരുന്ന ഹെക്സോബ്ലേഡും വെട്ടുകത്തിയും മോഷ്ടാക്കൾ പുറത്തു കൊണ്ടുവന്നു വെച്ചിരുന്നു. സംശയമുള്ള നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തു. ടൗണിലടക്കമുള്ള CCTV ക്യാമറകൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.